കയ്പില്ലാത്ത നല്ല ക്രിസ്പി പാവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു പാവയ്ക്ക നല്ലപോലെ കഴുകി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിൻ്റെ കയ്പൊക്കെ ഒന്ന് മാറാനായിട്ടൊരു 10 മിനിറ്റ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെക്കണം. അങ്ങനെ 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമ്മൾ ആ പാവയ്ക്ക കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം. നമ്മൾ ഓൾറെഡി ഉപ്പ് വെള്ളത്തിൽ ഇട്ടാണ്, അപ്പോൾ അതനുസരിച്ച് മാത്രം ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും വേണം. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഗരം മസാല. അത് കുറച്ച് ചേർക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കണം, ഏകദേശം ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി. ഇനി പാവയ്ക്ക വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടായിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടായതിനു ശേഷം ഓരോ പാവയ്ക്ക കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊടുത്തു. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറു സൈഡ് മീഡിയം ഫ്ലെയിമിലിട്ട് 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും ക്രിസ്പി ആയിട്ട് നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആകും. അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് നമ്മുടെ പാവയ്ക്ക ഫ്രൈ നല്ല കിടിലൻ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കയ്പില്ല, ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.